പത്തനംതിട്ട പെരുന്നാട് ഇന്ന് CPM ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഹർത്താൽ. CITU പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ജിതിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ്. രാവിലെ മുതൽ പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനവും ഉണ്ടാകും. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, കഴിഞ്ഞ ദിവസമാണ് ജിതിൻ ഒരു തർക്കത്തിനൊടുവിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ CPMന്റെ ഹർത്താൽ ഉണ്ട്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, റാന്നി പെരുന്നാട് ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. പ്രാദേശികമായ ഹർത്താലാണ്. 2 മണി വരെയാണ് ഹർത്താലുള്ളത്. എന്തായാലും ജിതിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന സമയം വരെയാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. കാരണം ക്രമസമാധാന നില, അതായത് പ്രദേശത്ത് ഈ രാഷ്ട്രീയ കൊലപാതകമെന്ന് CPM അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രദേശത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഹർത്താൽ തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ജിതിന്റെ വീട് സന്ദർശിക്കും. അവിടെ സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം പെരുന്നാട്ടിലെ വീട്ടിലെത്തുമെന്ന് അറിയുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നിലവിൽ RSS BJP പ്രവർത്തകരാണ് ജിതിനെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാദത്തിലാണ് CPM നിൽക്കുന്നത്. അതേസമയം BJP പ്രവർത്തകർ ഇത് പാടെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ അറസ്റ്റിലായ 2-3 പ്രതികൾ CITU പ്രവർത്തകരാണെന്നുള്ള അവകാശവാദം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. അതിന് തെളിവുകളായി കുറെ കാര്യങ്ങൾ കൂടി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 പ്രതികൾ നേരത്തെ RSSൽ നിന്നാണ് DYFI എത്തിയിട്ടുള്ളത്. അതിനുശേഷം അവരുടെ പ്രവർത്തന ശൈലി കൊണ്ട് ക്രിമിനൽ പശ്ചാത്തലം കൊണ്ട് അവരെ തിരിച്ചയച്ചു എന്നാണ് DYFIയും ഒപ്പം CPM വ്യക്തമാക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ പ്രതികളെല്ലാം ഈ RSSകാരാണെന്നുള്ള നിലപാടിൽ തന്നെ CPM ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളതാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതേസമയം ഈ പരസ്പരം ഈ കൊലപാതകത്തിന്റെ പ്രതികളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും അവകാശവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഈ രാഷ്ട്രീയ കൊലപാതകത്തിലുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് പെരുന്നാട്ടിലുണ്ട്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ യോഗങ്ങൾ, പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിന്റെ സംസ്കാര ചടങ്ങ് കാര്യങ്ങൾ നടക്കുമ്പോൾ സമാധാന അന്തരീക്ഷം ഉണ്ടാകണം. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ക്രമസമാധാന നില ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഹർത്താൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താൽ പുരോഗമിക്കുകയാണ്. എന്തായാലും 10 മണിയോടുകൂടി ഗോവിന്ദന്റെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പെരുന്നാട്ടിലെത്തുമെന്നാണ് അറിയുന്നത്. ശ്രീജ. ശരി, ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പെരുന്നാട് CITU പ്രവർത്തകൻ ജിതിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഇന്നാണ് ജിതിന്റെ സംസ്കാരം നടക്കുന്നത്. ഇന്ന് അതിൽ പ്രതിഷേധിച്ച് CPM ഹർത്താൽ ആചരിക്കുകയാണ്.